ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ഇന്ന് നമ്മൾ നോക്കുന്ന ജോൺ തുറാന്റെ ഒരു കാർഡാണ്. ആൾ അൽ നസറിലൊക്കെ കളിച്ചിരുന്ന വെച്ചാണ്, പിന്നെയാണ് ഫെനർബാഷയിലേക്ക് വന്നത്. നമുക്കറിയാം, ആസ്റ്റൺ വില്ലയുടെ പ്ലെയർ ആയിരുന്നു. എന്താ പറയുക, ഒരു ജൂനിയർ അഡ്രിയാനോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളാണ്. ഫിസിക്കലി ആൾ ഭയങ്കര സ്ട്രോങ് ആണ്. അതാളുടെ കളിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല മെയിൻ എന്ന് വെച്ചാൽ കിക്കിംഗ് പവറാണ്. റൈസിങ് ഷോട്ടൊക്കെ ട്രിഗർ ആയി കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് പറയാം. അത്രയും ടോപ്പ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. അപ്പൊ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ആളുടെ മെയിൻ പവർ എന്തൊക്കെ പറഞ്ഞാലും കിക്കിംഗ് പവറാണ്. ലെഫ്റ്റ് ഫുട്ടാണ് ആള്. ആളുടെ ലെഫ്റ്റ് ഫുട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അടിക്കാം. അത്രയും പവർ ആയിട്ടുള്ള ഷോട്ട് തന്നെയാണ്. അതാണ് ഞാൻ കൂടുതലും ഒരു അഡ്രിനാനോ ടൈപ്പ് പ്ലെയർ ആണെന്ന് പറഞ്ഞത്. ആളുടെ നേരത്തെ ആസ്റ്റൺ വില്ലയിൽ വെച്ച് നമ്മൾ ഗോളുകൾ കണ്ടിട്ടുള്ളതാണ്. അത്രയും എന്താ പറയാ, സൂപ്പർ ഫുട്ടാണ് ആളുടെ ലെഗ് ഫുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും കിട്ടിയെടുക്കണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഈ ഷോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അത്രയും പവറാണ് ആളുടെ അടിയിൽ. ഒരു ഫസ്റ്റ് ടച്ച് എടുത്തിട്ട് ആളുടെ ആ ഷോട്ട് നോക്കാം. നമുക്ക് ആ കോർണറിലാണ് ആയി പോയി കയറണം. അപ്പൊ അത്രയും പവർ ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. Well, it always comes down to the telling final pass, and that was a beauty. Two goals on the day, and he may not yet be done. ആളുടെ റൺ അത്യാവശ്യം കിടിലനാണ്. ലിങ്കപ്പിലേക്കൊക്കെ പറ്റും. മീൻസ് ഒരു വൺ ടച്ച് കളിച്ച് കഴിഞ്ഞാൽ ഓടി ബോക്സിലേക്ക് തന്നെ കയറിക്കോളും. ഫിസിക്കലി അത്യാവശ്യം ഫിറ്റ് തന്നെയാണ്. അതാണ് ഒരാൾ വന്നിട്ട് ആളെ പെട്ടെന്ന് കൂട്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. ആള് സ്കോർ ചെയ്തു. അപ്പൊ അത്രയും നൈസ് ഒരു കാർഡ് തന്നെയാണ്. അപ്പൊ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ചെറിയ സ്പേസിൽ ആള് ഗോൾ അടിക്കുന്നുണ്ട്. അവിടെ കറക്റ്റ് ആ ബോക്സിൽ എവിടെയാണോ ഗോൾ വരുന്നത് ആ ഒരു ഏരിയയിൽ ഉണ്ട്. സ്ട്രൈക്കറാണ് പ്യൂർ എന്ന് വേണമെങ്കിൽ പറയാം. ഹെഡിങ് എബിലിറ്റി ഉണ്ട് ആൾക്ക്. സത്യം പറഞ്ഞാൽ നല്ല ക്രോസ് വരുമ്പോൾ ആള് കിടിലനായിട്ട് തന്നെ അത് ആ ഒരു ബോക്സിലുണ്ട്. ആളുടെ ഹെഡിങ് എബിലിറ്റി ഉണ്ട് ആൾക്ക്. പക്ഷെ സ്റ്റാറ്റസ് വൈസ് ആയിട്ട് അത്യാവശ്യം കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ക്ലോസ് ഇടുമ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, റിയൽ ലൈഫിൽ ആൾ ഹെഡും ചെയ്യണതാണ്. അപ്പൊ ആ ഒരു എബിലിറ്റി എന്തായാലും ഒരു പ്ലെയർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ക്രോസ് ഇട്ട് കളിക്കുമെങ്കിൽ കളിക്കാം. ഇനി ഒരു ഷോട്ട് നോക്കിയാൽ കാണാം, റൈസിങ് ഷോട്ട് ട്രിഗർ ആവണാണ് അവിടെ. ആൾക്ക് കിട്ടിയൊരു പന്താണ്. ആള് തന്നെ ബോക്സിന്റെ പുറത്തുനിന്ന് അടിക്കുന്നത്. അത്രയും പവർ ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. ആ അടി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അത്രയും പവർ ആയിട്ട് തന്നെയാണ് അടിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു വന്ന ഗോളിൽ നോക്കിയാൽ കാണാം ആളുടെ ഫിസിക്കൽ എബിലിറ്റി എന്താന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഗോളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ രണ്ടുപേര് വന്നിട്ട് പോലും പുള്ളിനെ, ഇപ്പൊ ഒരാൾ വന്നുള്ളൂ, അടുത്ത ഗോളിൽ രണ്ടുപേര് പുള്ളിനെ പൂട്ടാൻ നോക്കിയിട്ടും പറ്റണില്ല. അത്രയും ഫിസിക്കലി സ്ട്രോങ് തന്നെയാണ് ആള്. തട്ടിയിട്ടിട്ടാണ് ആളുടെ റൈറ്റ് ഫുട്ട് കൊണ്ട് ഫിനിഷ് ചെയ്യണത്. ഫിസിക്കലിയൊക്കെ ആള് ഭയങ്കര സ്ട്രോങ് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ എങ്ങനെയാണോ, എല്ലാത്തരം ഗെയിമിങ്ങിലും പറ്റും ആള് സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാൻ. അപ്പൊ കിട്ടിയവരുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് ആയി പോയെന്ന് തോന്നണ്ട. അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് നിലവിൽ ഇപ്പൊ കൊണാമി കൊണ്ടുവന്നേക്കണേന്ന് പറയാം. ക്രോസിംഗ് എബിലിറ്റീസ് ഒക്കെ ആളുടെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഫിനിഷ് ചെയ്യാൻ പറ്റും. നല്ല ക്രോസ് ഇട്ട് കൊടുത്ത ഹെഡിങ് എബിലിറ്റി ഒക്കെ ഉള്ള പ്ലെയർ ആണ്. നമ്മുടെ സ്റ്റാറ്റസിൽ ഇല്ലെങ്കിലും, സ്റ്റാറ്റസിലുണ്ട് പക്ഷെ അത്രയും നന്നായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ആള് ആ ഒരു ഏരിയയിൽ എന്തായാലും ഉണ്ടാവും. പന്ത് പോകുമ്പോ തന്നെ ആൾ ഓടി കയറുന്നുണ്ട്. നല്ല ഹെഡിങ് എബിലിറ്റി ഒക്കെ ഉണ്ട് ആൾക്ക്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കളിക്കാൻ പറ്റിയ ഒരു നല്ല കാർഡ് തന്നെയാണ്. ഇപ്പൊ ഈ ഗോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ആളെ പന്ത് കിട്ടുമ്പോ തന്നെ ഓടുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ആള് കൈപൊക്കിയാണ് ആ റൺ എടുക്കുന്നത്. അപ്പൊ അത്രയും ബോക്സിലേക്ക് ഓടിക്കയറുന്ന ഒരു കാർഡ് കൂടിയാണ്. ആളുടെ റണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നല്ല സ്പീഡ് ഉണ്ട്, കിക്കിംഗ് പവർ ഉണ്ട്. അപ്പൊ നല്ലൊരു അടിപൊളി കാർഡ് തന്നെയാണ്. ആളുടെ ഈ ഒരു ഗോൾ നോക്കുക, ആള് കറക്റ്റ് ആയിട്ട് ഓടിക്കയറുന്നുണ്ട് ഉള്ളിലേക്ക്. കാരണം പെട്ടെന്ന് ആളെ പിടിക്കാൻ പറ്റില്ല. കാരണം ഫിസിക്കലി ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആണ്. അപ്പൊ നല്ല ബോക്സിലേക്കുള്ള റണ്ണ്, നല്ല പാസ് ഇടാൻ പറ്റിയ നമ്പർ 10. അതുപോലെ എവിടെ നിന്ന് ക്രിയേറ്റീവായിട്ട് നമ്മൾ ബോൾ ഇട്ട് കൊടുത്താൽ ആൾ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി സ്ട്രോങ് ആണ്. ഇപ്പൊ ആ പ്ലെയർ പിടിച്ചിട്ടും ആളെ തടയാൻ പറ്റണില്ല എന്നുള്ളതാണ്. അപ്പൊ ആള് നല്ല രീതിയിൽ തന്നെ ഫിനിഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു കാർഡൊന്നും അല്ല, നല്ല കാർഡ് തന്നെയാണ്. ആളുടെ പെർഫോമൻസ് ഒക്കെ ആസ്റ്റൺ വില്ല കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാവും. വളരെ യങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പോൾ ലോണിലാണ് അൽ നസറിൽ നിന്ന് പോയേക്കണം. അപ്പൊ എന്തായാലും കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം.